ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് വളരെ എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു ദിവസമാണ്. ഈ ബാഗും പെട്ടിയൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലായി കാണും. ഞങ്ങൾ ഏകദേശം ഒരു വർഷത്തിന് ശേഷം നാട്ടിലേക്ക് പോവുകയാണ്. ഒരു പ്രവാസിയെ സംബന്ധിച്ച് ഇതിനേക്കാൾ വലിയൊരു സന്തോഷമില്ല. അപ്പോൾ ഞാനും ഇക്കായുമാണ് പോകുന്നത്. നമുക്ക് അബുദാബി സെയ്ദ് ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്നായിരുന്നു ഫ്ലൈറ്റ്. റാസൽ ഖൈമിൽ നിന്ന് 2.5 മണിക്കൂർ യാത്ര ഉണ്ടായിരുന്നു അബുദാബി വരെ. അപ്പോൾ നൈറ്റ് ഒരു 12:40 ഫ്ലൈറ്റ്. അങ്ങനെ ഞങ്ങളൊരു 6:30 ആയപ്പോഴേ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഇടയ്ക്കൊരു ഹോട്ടലിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ച് കറക്റ്റ് സമയമായപ്പോൾ തന്നെ ഞങ്ങളിത് എയർപോർട്ടിലെത്തി. അപ്പോൾ ഞങ്ങളെ കൊണ്ടാക്കാൻ ഔഷധാക്കായും കേസേട്ടനുമാണ് വന്നത്. അപ്പോൾ അവർക്കിത് ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് ഞങ്ങൾ ലഗേജൊക്കെ എടുത്ത് അകത്തേക്ക് കയറുകയാണ്. ഞങ്ങൾ അകത്തേക്ക് കയറി ബോർഡിംഗ് പാസ് എടുക്കാൻ വേണ്ടി പോയി. അപ്പോഴാണ് ഞങ്ങൾക്ക് ഒരു അബദ്ധം മനസ്സിലായത്. ഞങ്ങളുടെ ടിക്കറ്റിൽ ഫുൾ നെയിം ഇല്ലായിരുന്നു. എന്തോ മിസ്റ്റേക്ക് പറ്റിയതാണ്. പിന്നെ കേസായിട്ട് അതിൻ്റെ സൈറ്റിൽ കയറി നെയിമൊക്കെ ചേഞ്ച് ആക്കി. അപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. പിന്നെ ലഗേജിൻ്റെ വെയിറ്റ് ഒക്കെ കറക്റ്റ് ആയിരുന്നു. പിന്നെ ബോർഡിംഗ് പാസ്സൊക്കെ കിട്ടി. നമുക്ക് നമ്മുടെ അവിടെ നിന്ന് ഒരു ഗേറ്റ് നമ്പർ വരെ ഒരു 8 മിനിറ്റ് വാക്കായിരുന്നു അതിൽ കാണിച്ചിരുന്നത്. ഞാനും ഇക്കായി ഒരുമിച്ചുള്ള ആദ്യത്തെ ഫ്ലൈറ്റ് യാത്രയാണ് കേട്ടോ. ഇതിനു മുന്നേ നമ്മൾ പോയിട്ടുണ്ടെങ്കിലും എല്ലാം സെപ്പറേറ്റ് ആയിട്ടായിരുന്നു. അപ്പോൾ ഒരുമിച്ച് പോകുന്ന ആദ്യത്തെ യാത്രയാണ്. പിന്നെ ഈ ഒരു യാത്രയ്ക്ക് ഏറ്റവും കൂടുതൽ എക്സൈറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ മിൻഹമോളെ കാണാൻ പോവുകയാണ്. ഏകദേശം 2 മാസം അവൾ നാട്ടിലായിരുന്നു. അപ്പോൾ അതിനുശേഷം ഞങ്ങളിത് ഇപ്പോഴാണ് അവളെ കാണാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതിൻ്റെ എക്സൈറ്റ്മെന്റ് ഉണ്ട്. പിന്നെ ഞങ്ങളിത് ഫ്ലൈറ്റിലേക്ക് കയറി. ഇതാണ് ഫ്ലൈറ്റിന്റെ പുറത്തേക്കുള്ള വ്യൂ. ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തപ്പോൾ പിന്നെ സൈഡ് സീറ്റ് അല്ലാത്തത് കൊണ്ട് കൂടുതൽ ഫോട്ടോസൊന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഇക്കാക്ക് കുറച്ച് ട്രാവൽ സിക്നസ് ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളിത് 4 മണിക്കൂർ യാത്ര 4.5 മണിക്കൂറത്തെ യാത്രയെ കഴിഞ്ഞ് നാട്ടിലേക്ക് ലാൻഡ് ചെയ്തു. പുറത്തിറങ്ങിയപ്പോൾ ഉള്ള വീഡിയോസൊക്കെ എടുക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ മിൻഹമോളെ കണ്ട എക്സൈറ്റ്മെൻറ്റിൽ ഞങ്ങൾ അതൊന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങൾ വന്ന വിശേഷങ്ങൾ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.